ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വിവിധ പരിപാടികളിലൂടെ എത്രയോ തവണ പറയുന്നുണ്ട്, ഈ മഴ കാര്യമായിട്ട് പെയ്ത്തു തുടങ്ങി, വലിയ അപകടങ്ങളുണ്ട്, ജാഗ്രതാ മുന്നറിയിപ്പുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല. ഇന്ന് തന്നെ വൈകുന്നേരം ഈ അതായത് വെള്ളം കയറി കിടന്ന കണ്ടത്തിലേക്ക് പോയി മീൻ പിടിക്കാൻ പോയതാണ്. വെള്ളത്തിലെന്തോ രണ്ടുപേരും മരിച്ചു, ഒരാളെ കാണാനില്ല. അപ്പോൾ നമ്മൾ എത്ര കിട്ടിയാലും നമ്മൾ പഠിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് മലയാളി നീങ്ങുകയാണോ? പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കലിൽ പമ്പയാറിനോട് ചേർന്ന പുഞ്ചകണ്ടത്തിൽ വീണ് 2 യുവാക്കൾ മരിച്ചു. നല്ലിക്കൽ സ്വദേശി മിഥുൻ, കിടുങ്ങന്നൂർ സ്വദേശി രാഹുൽ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടതായി സൂചനയുള്ളത്. അഗ്നിരക്ഷാ സേന തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോൾ ഒരാളെ കാണാതായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അഗ്നിരക്ഷാ സേന നടത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഏറ്റവും സങ്കടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസാണ് വൈകുന്നേരം വന്നിരിക്കുന്നത്. എ.വി. ജയശങ്കർ കൂടി പത്തനംതിട്ടയിൽ നിന്ന് ചേരുകയാണ്. ജയശങ്കർ, ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്? ഈ കാണാതായ ആളിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. ആ തെരച്ചിൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ആളെ കണ്ടെത്താൻ കഴിഞ്ഞോ? വൈകിട്ട് 5:30 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നതെന്നാണ് പ്രാഥമികമായി പോലീസിൽ നിന്നും മറ്റും നിലവിൽ ലഭ്യമാകുന്ന വിവരം. 4 യുവാക്കൾ 5:30 കൂടി ഇവിടെ എത്തുന്നു. അതിൽ 3 യുവാക്കൾ വള്ളത്തിൽ കയറുന്നു, മീൻ പിടിക്കാൻ പോകുന്നു. അതിനിടയിലാണ് ഈ വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി എന്നാണ് പ്രാഥമികമായി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം. കാരണം ഈ അപകട സമയത്ത് ആൾ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ചില അവ്യക്തതകളൊക്കെ പോലീസിനുമുണ്ട്. എന്തായാലും 5:30 കൂടി അപകടം നടക്കുന്നു. 7 മണിയോടുകൂടിയാണ് ഈ വാർത്ത പുറം ലോകത്തെത്തുന്നത്. പിന്നീട് ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തുന്നു. ഈ പരിശോധനയിലാണ് 2 യുവാക്കളെ മരിച്ച നിലയിൽ, അല്ലെങ്കിൽ 2 യുവാക്കളുടെ മൃതശരീരങ്ങൾ ഇവിടെ നിന്ന് ഈ പുഞ്ചകണ്ടത്തിൽ നിന്ന് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. നാലിക്കൽ സ്വദേശി മിഥുൻ, ഒപ്പം തന്നെ കിടങ്ങൂർ സ്വദേശി രാഹുൽ എന്നിവരുടെ എന്നിവരാണ് മുങ്ങി മരിച്ചിരിക്കുന്നതെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. ഈ നെല്ലിക്കൽ പമ്പയാറിനോട് ചേർന്നാണ് ഈ പുഞ്ചകണ്ടം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴയുള്ള സമയമാണ്. നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ആ വെള്ളം ഈ പുഞ്ചകണ്ടത്തിലേക്കും എത്തി. സ്വാഭാവികമായും ഇവിടുത്തെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഇത്തരത്തിലാണ് ഈ മീൻ പിടിക്കുന്നതിനിടയിൽ വെള്ളം മറഞ്ഞു എന്നാണ് പ്രാഥമികമായി നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഒരാളെ കൂടി കാണാനില്ലെന്ന് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഫയർഫോഴ്സ് എന്തായാലും നിലവിൽ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം ഉൾപ്പെടെ ഉള്ളവരാണ് നിലവിൽ ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. വെള്ളത്തിൽ ഉൾപ്പെടെ ഇറങ്ങിക്കൊണ്ടാണ് ഈ തിരച്ചിൽ. രാത്രി സമയമാണ്. ഈ പ്രദേശത്ത് വെളിച്ചത്തിനുൾപ്പെടെ വലിയ പ്രതിസന്ധിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതികൂല സാഹചര്യത്തിലാണ് ഫയർഫോഴ്സ് അവരുടെ നേതൃത്വത്തിൽ ഈ രാത്രി ഏറെ വൈകിയും ഈ ഒരു തിരച്ചിൽ നടത്തുന്നത്. ഈ പരിശോധന വളരെയധികം ശ്രമഫലം എന്നാണ് ഫയർഫോഴ്സ് പറയുന്നത്. കാരണം ഈ പ്രതികൂല കാലാവസ്ഥയുണ്ട്, ഒപ്പം തന്നെ വെളിച്ചമില്ല, അങ്ങനെ ഉള്ള പ്രതിസന്ധികളുണ്ട്. ഇങ്ങോട്ടേക്ക് എത്തിപ്പെടണമെങ്കിൽ തന്നെ വലിയ പ്രശ്നമുള്ള, വളരെയധികം ഉള്ളോട്ടുള്ള ഒരു സ്ഥലമാണ്, വിജനമായൊരു ഉള്ളോട്ടുള്ള സ്ഥലമാണ്. അത്തരം പ്രതിസന്ധികളുണ്ട്. മഴയൊന്നും ഇല്ലാത്തത് ഈ പരിശോധനയെ സംബന്ധിച്ച് അനുകൂല ഘടകവുമാണ്. എന്തായാലും നിലവിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ നെല്ലിക്കലിലെ പമ്പയാറിനോട് ചേർന്നുള്ള പുഞ്ചകണ്ടത്തിൽ പരിശോധന നടത്തുകയാണ്. എന്തായാലും 2 പേരുടെ മരണം ഫയർഫോഴ്സും പോലീസും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇവരുടെ 2 പേരുടെയും മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി. മിഥുൻ, ഒപ്പം തന്നെ കിടങ്ങൂർ സ്വദേശി രാഹുൽ, അങ്ങനെ 2 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ഒരാൾ കൂടി ഈ വെള്ളത്തിൽ ഉണ്ടായിരുന്നുവെന്നും അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. കാരണം യുവാക്കൾ മഴക്കാലം ഒക്കെയാണ്, വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം ഒക്കെ എടുത്ത് മീൻ പിടിക്കാൻ പോയതാണ്. ഇതിനിടയിലാണ് അപകടമെന്നാണ് പ്രാഥമികമായിട്ടൊക്കെ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഉള്ളോട്ടുള്ള സ്ഥലമായതിനാൽ, ജനവാസ മേഖല കുറഞ്ഞ പ്രദേശമായതിനാൽ തന്നെ വെളിച്ചത്തിനുൾപ്പെടെ വലിയ പ്രതിസന്ധിയുണ്ട്. പക്ഷെ ആ പ്രതിസന്ധികൾക്കിടയിലും ഫയർഫോഴ്സ് അവരാൽ കഴിയുന്ന രീതിയിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഓക്കെ, മനസ്സിലായി ജയശങ്കർ. എന്തായാലും അടുത്ത ആളിന് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. മലപ്പുറം എടപ്പാൾ അയിലക്കാട് കായൽ കുളിക്കാനിറങ്ങിയ യുവാവിനെ കാണാതായി. തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസിനെയാണ് കാണാതായത്. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ തെരച്ചിൽ നടത്തുമെന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മലപ്പുറത്ത് നിന്ന് സമീർ സി മുഹമ്മദ് തത്സമയം ചേരുകയാണ്. സമീർ, അവിടെ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്താണ്? ഇന്ന് വൈകുന്നേരം 6:30 സംഭവം നടക്കുന്നത്. എടപ്പാളിനടുത്ത് അയിലക്കാട് കായലിലാണ്
തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസ് എന്ന് പറയുന്ന യുവാവ് കുളിക്കാനായി ഇറങ്ങിയത് മറ്റ് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്രതീക്ഷിതമായി ഈ യുവാവിനെ കാണാതായി എന്നുള്ളതാണ് സുഹൃത്തുക്കൾ നാട്ടുകാരെ വിവരം അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സിനെയും പോലീസിനെയും നാട്ടുകാർ വിവരം അറിയിക്കുകയായിരുന്നു. അതിന് പിന്നാലെ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറിലധികമായി തിരച്ചിൽ ഈ കായലിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കായലിൽ വലിയ ആഴമില്ല, പക്ഷേ അടിത്തട്ടിൽ ശക്തമായ ചളിയും ഈ പുല്ലും മറ്റുള്ള സാധനങ്ങളും ഒക്കെ തന്നെ തങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ ഒരുപക്ഷെ അതിനിടയിൽ വിടങ്ങി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്ന ഒരു സംശയം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു തിരച്ചിലാണ് ഇവിടെ നടത്തുന്നത്. രാത്രി ആയതുകൊണ്ട് തന്നെ നിലവിൽ മഴയില്ല, പക്ഷേ വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം തിരച്ചിലിനെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നാട്ടുകാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും യുവാവിനെ അതിവേഗത്തിൽ തന്നെ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അതിശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടങ്ങളുണ്ടായി. മരം വീണും മണ്ണിടിഞ്ഞും നിരവധി വീടുകൾ തകർന്നുപോയി. ഒട്ടേറെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇന്ന് മാറ്റി. തീരദേശത്ത് കടലാക്രമണവും രൂക്ഷമായിരിക്കുന്നു. കനത്ത മഴയെ തുടർന്ന് വിവിധ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കണ്ണൂർ, വയനാട് ജില്ലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതച്ചത്. വയനാട്ടിൽ നിരവധിയിടങ്ങളിൽ മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. വീടുകൾക്ക് മുകളിലേക്കും മരം വീണു. 30ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും കണ്ണൂരിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. ആറളത്ത് മലവെള്ളപ്പാച്ചിലിൽ 20ഓളം വീടുകളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറി. ശക്തമായ മഴയ്ക്കും കാറ്റിനും പുറമെ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ കോഴിക്കോട്, വിലങ്ങാട് വൻ നാശനഷ്ടമുണ്ടായി. ഉരുൾപൊട്ടൽ ദുരിതബാധിത മേഖലകളിൽ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. ആളുകളെ ഇവിടുന്ന് കടത്താൻ വല്ലാതെ ബുദ്ധിമുട്ടി. ഈ പ്രദേശത്ത് 7ഓളം ഏറ്റവും അധികം പ്രായമുള്ള, എന്ന് വെച്ചാൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള 7ഓളം ആളുകളുണ്ട്. പിന്നെ കന്നുകാലികളുണ്ട്. ഇവയെല്ലാം തന്നെ നമ്മൾ ഇന്നലെ അക്കരെ എത്തിക്കുകയാണ് ചെയ്തത്. അത് തന്നെ കാപ്പിത്തോട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടത്തിയിട്ടാണ് അക്കരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യമായി കയറി എന്നാൽ മുകളിലെ പോയി നിന്ന് രാത്രി മുകളിലെ വീട്ടിൽ കഞ്ഞി പോലും വെച്ച് കുടിക്കാൻ പറ്റില്ല. താമരശ്ശേരി ചുരം 4-ാം വളവിൽ റോഡിലേക്ക് വീണ മരം ചുരം സംരക്ഷണ സമിതി പ്രവർത്തകരും പാറക്കഷ്ണം ഫയർഫോഴ്സും നീക്കം ചെയ്തു. പാലക്കാട് നെന്മാറയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 45-കാരനായുള്ള തിരച്ചിൽ തുടരുകയാണ്. മലപ്പുറം പൊന്നാനിയിൽ കടലാക്രമണത്തെ തുടർന്ന് വീടുകൾ തകർന്നു. എറണാകുളത്ത് 2 ദിവസത്തിനിടെ പെയ്ത കനത്ത മഴയിൽ 19 വീടുകളാണ് തകർന്നത്. ആലപ്പുഴ ചെന്നിത്തലയിൽ സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു. ശക്തമായ മഴയിൽ നീരൊഴുക്ക് കൂടിയതിനാൽ പല ഡാമുകളുടെയും ഷട്ടറുകളും ഉയർത്തി. ന്യൂസ് ഡെസ്ക് 24. പല കുട്ടികളും അതുപോലെ നാളെ അവധിയായിരിക്കുമെന്നൊക്കെ ചോദിക്കുന്നു. നാളെ തിങ്കളാഴ്ചയാണല്ലോ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അവധിയുണ്ട്. അത് വ്യക്തമായി നിങ്ങൾ കേട്ടോളൂ. കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തമായതുകൊണ്ട് കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും. അംഗനവാടികൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും ഈ അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. പരീക്ഷകൾ നടക്കും. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന 8 സ്കൂളുകൾക്കും സുരക്ഷ മുൻനിർത്തി 5 സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ചങ്ങനാശ്ശേരി ഗവൺമെൻറ് മോഡൽ HSS, ചങ്ങനാശ്ശേരി പൗവം UPS എന്നീ സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും. അപ്പോൾ ഇത്രയും അവധികൾ മാത്രമേ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. മറ്റുള്ള സ്കൂളുകളും കലാലയങ്ങളും ഒക്കെ തന്നെ പതിവുപോലെ പ്രവർത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി മറ്റൊരു സങ്കടകരമായ വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സംസ്ഥാനത്ത് ഷോക്കേറ്റ് ഇന്ന് 3 പേർ മരിച്ചു. പാലക്കാട് കൊടുമ്പിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 65-കാരന് ദാരുണ അന്ത്യമുണ്ടായി. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഒരു വയോധിക ഷോക്കേറ്റ് മരിച്ചു. മലപ്പുറത്ത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 18-കാരൻ മരിച്ചു. അപകടങ്ങളിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ട് തേടി. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് പാലക്കാട് കൊടുമ്പിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 65-കാരനായ മാരിമുത്തു മരിച്ചത്. പറമ്പിലൂടെ തേങ്ങ പെറുക്കാൻ പോയതായിരുന്നു മാരിമുത്തു. കുറെ സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് മാരിമുത്തു വീണുകിടക്കുന്നത് കണ്ടത്. വൈദ്യുതി ലൈൻ കാലിൽ തട്ടി നിലയിലായിരുന്നു മൃതദേഹം. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ വീടിന് മുന്നിലാണ് വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പൂവൻപാറ വീട്ടിൽ ലീലാമണിയാണ് മരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തിരുന്ന ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. വീട്ടിൽ വൈദ്യുതി ഇല്ലെന്നും തകരാറ് പരിഹരിക്കണമെന്നും സമീപത്തെ ഇലക്ട്രീഷ്യനോട് ലീലാമണി തലേദിവസം പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഇലക്ട്രീഷ്യൻ വന്ന് നോക്കുമ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇലക്ട്രിക് ലൈൻ കയ്യിൽ കുരുങ്ങിയ അവസ്ഥയിലായിരുന്നു മൃതദേഹം. മലപ്പുറത്ത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 18-കാരൻ മരിച്ചു. പുള്ളാട്ട് സ്വദേശി അബ്ദുൾ വദൂത്താണ് മരിച്ചത്. വേങ്ങര വെട്ടുതോട് തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് വൈദ്യുതാഘാതമേറ്റത്.
അപകടങ്ങളിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി റിപ്പോർട്ട് തേടി. ആരുടെ ഭാഗത്തുനിന്ന് കുറ്റക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. തോട്ടത്തിനുള്ളിൽ കൂടെയാണ് പോയി എന്ന് പറയുന്നുണ്ട്. എന്താ സംഭവിച്ചത്, പൊട്ടി വീണതപ്പോൾ അറിയിച്ചിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതാണ്. KCB ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം, മലപ്പുറം ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. ദേവിക പി ചോദിക്കുന്നു, ഇന്ന് എറണാകുളത്ത് ലീവ് കിട്ടാൻ വല്ല സാധ്യതയുണ്ടോ? സാധ്യത കാണുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ അലി അക്ബർ പറഞ്ഞു, എൻ്റെ നാട്ടിനടുത്താണ് ഈ സംഭവിച്ചത്. 5:30 മണിക്ക് ഞാനതിലേ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് കായലൊക്കെ ആസ്വദിച്ച് കാണുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഇത് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ സംഭവിക്കേണ്ട ഒരു നിമിഷം പോലും വേണ്ട. നമ്മൾ ഒരുപാട് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അത് നമ്മൾ എത്രയോ തവണ പറഞ്ഞ് നമ്മുടെ നാവ് കുഴഞ്ഞു തുടങ്ങി. മഴ കനത്തതോടെ സംസ്ഥാനത്ത് റോഡ് ഏത്, കുഴി ഏത് എന്നറിയാൻ കഴിയാത്ത നിലയിലായിട്ടുണ്ട്. നിരവധി പേരുടെ ജീവനുകളാണ് വാരിക്കുഴിയിലും വഴിക്കുഴിയിലുമൊക്കെ നഷ്ടമാകുന്നത്. അപകടം പതിയിരിക്കുന്ന കേരളത്തിലെ പാതകളുടെ ശോച്യാവസ്ഥ വ്യക്തമാക്കുന്ന 24 ലൈവത്തോൺ ഇന്നുണ്ടായിരുന്നു. നിങ്ങൾ രാവിലെ കണ്ടു കാണും. മഴയും വഴിയും പിന്നെ കുഴിയും. ഞാനിപ്പോൾ നിൽക്കുന്നത് KSTP റോഡിലാണ്. ഒരു 10 മീറ്റർ ദൂരം മാത്രം ഞാൻ എണ്ണിയത് 25 കുഴികളാണ്. വടക്ക് കാസർഗോഡ് നിന്ന് 24 പ്രതിനിധി അരുൺ പാറക്കൽ എണ്ണിത്തുടങ്ങിയതാണിത്. റോഡിലെ കുഴി. പിന്നെ ഓരോ ജില്ലയിലെത്തുമ്പോഴും റോഡും കുഴിയും തിരിച്ചറിയാനാകാത്ത നില. നഗരമധ്യത്തിൽ പതുങ്ങിയിരിക്കുന്ന ഈ കുഴി കോഴിക്കോട്ടേതാണ്. ഇങ്ങനെ വികലാണ്, കുഴിയിലൊക്കെ ഇങ്ങനെ വീണ്ടും പരിക്കൊക്കെ പറ്റില്ല. ഈ ഡ്രെയിനേജ് കൂടി വെള്ളമൊന്നും പോകുന്നില്ല. ഞങ്ങൾ രാവിലെ 5 മണിക്ക് ഇറങ്ങിയാണ് കണ്ണൂരിൽ നിന്ന്. ഇപ്പോഴും നോക്കി കോഴിക്കോട് എത്തിയിട്ടില്ല. ഒരു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. റോഡ് കംപ്ലീറ്റ് പണി നടക്കാണ്. 10 മിനിറ്റിന് പകരം അരമണിക്കൂർ എടുക്കുന്ന തിരൂർ മലപ്പുറം റോഡ്. തകർന്ന ദേശീയപാതയും അല്ലാത്തതുമായ തൃശൂരിലെ റോഡുകൾ. എണ്ണിയാൽ തീരാത്തത്ര കുഴികളുള്ള മെട്രോ നഗരമായ കൊച്ചി. നടുപൊടിയുന്ന രീതിയിലാണ് കിടക്കണമെല്ലാം. ഇങ്ങനത്തെ റോഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇതാക്കാൻ പറ്റും? മൊത്തത്തിൽ കുഴിയാണ്. കോട്ടയത്തെ തകർന്ന മൂലേടം റെയിൽവേ മേൽപ്പാലമാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. മഴയിൽ ചെളിക്കുളമാണ് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള റോഡ്. കളക്ടറേറ്റിന് സമീപത്തൂടെ പോകുന്ന ദേശീയപാതയിലെ അപകടക്കെണിയായ കുഴികളുടെ ആഴം അത്ര ചെറുതല്ല. ഈ അപായ സൂചന ബോർഡ് ഇരിക്കുന്ന ഭാഗം ഹഷ്മി, ഈ റോഡിൽ നിന്ന് ഏകദേശം 12 സെന്റിമീറ്റർ ആണ് ഈ കുഴിക്കുള്ള ഒരു താഴ്ച. ഇവിടെ കുഴിയടയ്ക്കാൻ ശ്രമമില്ല. എന്നാൽ കുഴിക്ക് നടുവിൽ ഇങ്ങനെയൊരു ബോർഡുണ്ട്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും നടുവൊടിയും. ടെക്നോ പാർക്ക് മേഖലയായ കഴക്കൂട്ടത്ത് 6 മാസം മുമ്പ് നികത്തിയ കുഴി മഴയെത്തിയതോടെ പിന്നെയും പഴയപടി. ന്യൂസ് ഡെസ്ക് 24. പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കാൻ കഴിവിന്റെ പരമാവധി ഇടപെടുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ 24 ലൈവിൽ പറഞ്ഞു. ബസ്സുകളുടെ സമയക്രമം നിജപ്പെടുന്ന ഉത്തരവ് ഉടൻ പുറത്തിറക്കും. ബസ് ജീവനക്കാർക്ക് പോലീസ് വെരിഫിക്കേഷൻ ഉറപ്പാക്കുമെന്നും പോലീസ് കുറച്ചുകൂടി സഹകരിക്കണമെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. 24 ലൈവ് തോണിൽ സംസാരിക്കുകയായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി. ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ നിരവധി ജീവനുകളാണ് കേരളത്തിൽ പൊലിയുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ കോഴിക്കോട് സിറ്റി പരിധിയിൽ മാത്രം 149 ബസ് അപകടങ്ങളിലായി 12 ജീവനുകളും കൊച്ചിയിൽ 10-ലധികം ജീവനുകളും പൊലിഞ്ഞു. മറ്റ് ജില്ലകളിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. നിയമം കാറ്റിൽ പറത്തിയുള്ള ഈ മരണപ്പാച്ചിലിനെപ്പറ്റി 24 നടത്തിയ ലൈവ് തണിൽ നിരവധി പ്രശ്നങ്ങളും അവയ്ക്കുള്ള പരിഹാരമാർഗങ്ങളും ചർച്ചയായി. അമിതവേഗമാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. ആലപ്പുഴ നഗരത്തിൽ ബസ്സിൽ നിന്നും ഇറങ്ങവേ അപകടത്തിൽപ്പെട്ട കോളേജ് വിദ്യാർത്ഥി ദേവി കൃഷ്ണ 24-മായി അനുഭവം പങ്കുവച്ചു. ഭയങ്കര സ്പീഡാണ്. എന്നിട്ട് ചുടുകാട് ജംഗ്ഷൻ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നെ സ്റ്റോപ്പായി, ഒന്ന് ഇറക്കിത്താന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല. ഡ്രൈവറും ശ്രദ്ധിക്കുന്നില്ല, കണ്ടക്ടർ ആണെങ്കിലും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. എന്നിട്ട് സ്പീഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ലോ ആക്കി തന്നു. ഞാൻ കുറേ ഷൗട്ട് ചെയ്ത കാരണം സ്ലോ ആക്കിയതും ഞാനോർത്ത് എന്നെ ഇറക്കാനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ സ്റ്റെപ്പിൽ നിൽക്കുക.
സ്പീഡിൽ പെട്ടെന്നെടുത്ത് എനിക്ക് ബാലൻസ് പോയിട്ട് കോൺക്രീറ്റ് പോസ്റ്റ് ചെന്ന് തലയിടിച്ച് അപ്പം തന്നെ അൺകോൺഷ്യസ് ആയിരുന്നു. അപകടങ്ങൾ കുറയ്ക്കാൻ സമയക്രമീകരണത്തിൽ മാറ്റം വരുത്തണമെന്നാണ് ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത്. 1 കിലോമീറ്റർ ദൂരം 3 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശമെന്നും ഉടമകൾ കുറ്റപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയ ഇടക്കൊച്ചി സ്വദേശി അനിലയുടെ ഭർത്താവ് വർഗീസ് ലോറൻസിനെ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഒരാഴ്ചയായിട്ടുള്ളൂ. ശനിയാഴ്ച വന്ന് പിറ്റേ ശനിയാഴ്ചയാണ് ഈ മരണപ്പാച്ചിൽ കാരണം എൻ്റെ ഭർത്താവിൻ്റെ ജീവൻ എനിക്ക് നഷ്ടമായത്. ആ നഷ്ടപ്പെടുന്ന വേദന വണ്ടി ഓടിക്കുന്ന വ്യക്തി അറിയുന്നില്ല. അവരുടെ വേദന എന്താണെന്ന് ഇപ്പോഴും നമ്മൾ ആ വേദനയിലാണ് നമ്മളിപ്പോഴും ജീവിച്ചു പോണത്. 2 മക്കളുള്ളവരാണെങ്കിൽ പോലും അപ്പന് വന്നത് മൂത്തവൾ കണ്ടിട്ടേ ഇല്ല. അവൾ ഗൾഫിൽ UK-ലായിരുന്നു. ഇളയവളാണ് കൂട്ടിക്കൊണ്ട് വന്നു. ആ ഇത്തിരി നേരത്തെ മാത്രമേ എൻ്റെ മക്കൾ ഇളയവൾ കണ്ടിട്ടുള്ളൂ. മൂത്തവളും കണ്ടിട്ടില്ല. മൂത്തവക്കടെ കൊച്ചിനെ പോലും എൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ടില്ല. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കാൻ കഴിവിന്റെ പരമാവധി ഇടപെടുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സമയക്രമം തെറ്റിച്ച് വാഹനമോടിക്കുന്നവരെ നിരീക്ഷിക്കാൻ ജിയോ ഫെൻസിംഗ് ഏർപ്പെടുത്തുമെന്നും KB ഗണേഷ് കുമാർ. ഈ മത്സര ഓട്ടം അവസാനിപ്പിക്കാൻ വേണം. അതിനൊരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാനൊരു പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും. ബസ്സുകൾ തമ്മിലുള്ള ദൂരം, സമയ ദൈർഘ്യം നഗരങ്ങളിൽ 5 മിനിറ്റും ഗ്രാമപ്രദേശങ്ങളിൽ ഒരു ബസ്സുകൾ തമ്മിലുള്ള 10 മിനിറ്റുമാക്കി മാറ്റും എന്ന് സംഘടനാ നേതാക്കളുമായി സമരവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരതിനോട് സഹകരിക്കാം എന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. ബസ്സുകളുടെ മരണപ്പാച്ചിലിന് തടയിടാൻ പലപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല. സർക്കാർ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറല്ലെന്നും പരിശോധനകൾ കർക്കശമാക്കുമെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി തുടങ്ങി. നിലമ്പൂർ പെരുമ്പാടത്ത് മോഴയാന കാറിന്റെ ഗ്ലാസ് തകർത്തു. തൃശൂരിൽ അതിരപ്പള്ളി വാൽപ്പാറ റോഡിൽ ബൈക്ക് യാത്രക്കാരെ കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചു. ചാലക്കുടി പുഴയിൽ കുടുങ്ങിയ കാട്ടാന ജനവാസ മേഖലയിലേക്ക് കയറി രക്ഷപ്പെട്ടു. കോഴിക്കോട് കാവലുംപാറയിൽ കാട്ടാനയെ പിന്തുടരുന്നതിനിടെ RRT അംഗത്തിന് പരിക്കേറ്റു. ഇങ്ങനെ ആനയുടെ ആക്രമണവും കാട്ടുമൃഗങ്ങളുടെ ആക്രമണവുമാണ് മറ്റൊരു വാർത്ത ഇന്ന്. ശക്തമായ മഴ തുടരുന്നതിനിടെ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ്. മലപ്പുറം നിലമ്പൂർ പെരുവമ്പാടത്ത് നാട്ടിലിറങ്ങിയ മോഴയാന കാറിന്റെ ഗ്ലാസ് തകർത്തു. ആനയ്ക്ക് മുന്നിൽ നിന്ന് ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ 4 ദിവസമായി ആന ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാസർഗോഡ് പരപ്പയിൽ വീടിനു മുന്നിൽ കാട്ടുപന്നിക്കൂട്ടം ഇറങ്ങി. രാത്രിയിൽ വാഹനങ്ങളിൽ പോകുന്നവർക്ക് അപകട ഭീഷണി ഉയർത്തിയാണ് കാട്ടുപന്നികളുടെ യാത്ര. തൃശൂരിൽ അതിരപ്പള്ളി വാൽപ്പാറ റോഡിൽ ബൈക്ക് യാത്രക്കാരെ കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചു. സാഹസികമായാണ് യാത്രക്കാർ ആനയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. അതിരപ്പള്ളിപ്പുഴയിൽ കാട്ടാന ഒഴുക്കിൽപ്പെട്ടു. ജനവാസ മേഖലയിൽ നിന്ന് കാട്ടിലേക്ക് പോകാൻ പുഴ മുറിച്ചുകടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആന ഒഴുക്കിൽപ്പെട്ടത്. 1 മണിക്കൂറോളം കുത്തൊഴുക്കിനെ പ്രതിരോധിച്ച ശേഷം ആന ജനവാസ മേഖലയിലേക്ക് കയറിപ്പോയി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. മറ്റൊരു ആക്രമണത്തിന്റെ വാർത്ത. തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാരനെ കടുവ ആക്രമിച്ചു. സൂപ്പർവൈസർ രാമചന്ദ്രനാണ് തലയ്ക്ക് പരിക്കേറ്റത്. രാമചന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം മൃഗശാലയിലെ സൂപ്പർവൈസറായ രാമചന്ദ്രനെ കടുവ ആക്രമിച്ചത്. കടുവയുടെ കൂട് വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. പരുക്കേറ്റ ജീവനക്കാരനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 4 തുന്നലുകളാണ് രാമചന്ദ്രന്റെ തലയ്ക്കുള്ളത്. രാവിലെ സൂപ്പർവൈസർ കൂട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൈ പുറത്തേക്കിട്ട് ചെറുതായിട്ടൊന്ന് മാന്തിയതാണ്. അപ്പോൾ ഇതിന്റെ ക്ലോസ് റിട്രാക്റ്റബിൾ ആണ്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന നഖങ്ങളുള്ള ജീവിയാണ് കടുവ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ നഖം കൊണ്ടൊരു മാന്താണ് കിട്ടിയത്. അപ്പോൾ തൊലിപ്പുറത്തുള്ള മുറിവാണ്. അദ്ദേഹത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ 4 സ്റ്റിച്ച് ഉണ്ട്. പക്ഷേ തിരിച്ച് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടുണ്ട്. 2024 വയനാട്ടിൽ നിന്നാണ് വനം വകുപ്പ് കടുവയെ പിടികൂടി തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം കടുവയെ കൂട്ടിലേക്ക് മാറ്റി. ബബിത എന്ന് പേരിടുകയും ചെയ്തു. എല്ലാ ദിവസവും ഇതേ ജീവനക്കാർ തന്നെയാണ് കടുവയ്ക്ക് വെള്ളവും ഭക്ഷണവും നൽകാറെന്നും മൃഗശാല അധികൃതർ പറയുന്നു. 24 തിരുവനന്തപുരം.
കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. സെല്ലിലെ മുറിച്ചു മാറ്റിയ ഇരുമ്പഴികൾക്കുള്ളിലൂടെ ഗോവിന്ദച്ചാമി ഇഴഞ്ഞിറങ്ങുന്നത് ഈ ദൃശ്യങ്ങൾ കാണാം. ജയിലിലെ സുരക്ഷാ വീഴ്ച ഇത് വ്യക്തമാക്കുകയാണ്. ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് പുറമേ നിന്ന് സഹായമൊന്നും ലഭിച്ചില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സെല്ലിന്റെ അടിഭാഗത്തെ മുറിച്ചുമാറ്റിയ ഇരുമ്പ് കമ്പിക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങുന്ന ഗോവിന്ദച്ചാമി 3 വട്ടം മടങ്ങി വരുന്നതും തിരിച്ചു പോകുന്നതും CCTV ദൃശ്യത്തിൽ കാണാം. അതീവ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു കൊടും ക്രിമിനൽ പുറത്തു ചാടുന്ന നിർണായക ദൃശ്യങ്ങളാണിത്. തുടർന്ന് 3 മണിക്കൂറിലേറെ ജയിൽ പരിസരത്ത് തന്നെ ചെലവഴിച്ചു. ഒരു പാറാവുകാരന്റെ പോലും സാന്നിധ്യവുമില്ല, CCTV നിരീക്ഷണവുമില്ല. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഗോവിന്ദച്ചാമിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയത് മുതൽ ചാടുന്നത് വരെയുള്ള CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഗോവിന്ദച്ചാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചതിന്റെ ഒരു സൂചനയും ദൃശ്യങ്ങളിൽ ഇല്ലെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ജയിൽ ചാടുന്നത് സഹതടവുകാരായ 4 പേർക്ക് അറിയാമായിരുന്നു. മൊഴിയെടുക്കുന്നതിനായി ജയിലിൽ ഗോവിന്ദച്ചാമിയുമായി ബന്ധമുള്ള സഹതടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി. ജയിൽ ചാടുന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. 24 കണ്ണൂർ. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്ന് സമർത്ഥിക്കാൻ ജയിൽ ചാട്ടം പുനരാവിഷ്കരിച്ചു PV അൻവർ. മഞ്ചേരിയിലെ സ്വന്തം സ്ഥലത്ത് വെച്ചാണ് ജയിൽ ചാട്ടത്തിലെ സംശയങ്ങൾ അൻവർ ഡെമോയിലൂടെ പ്രകടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ജയിൽ വകുപ്പ് തന്നെ ഗോവിന്ദച്ചാമി പുറത്തേക്ക് വിട്ടതാണെന്നാണ് അൻവറിന്റെ ലേറ്റസ്റ്റ് ആരോപണം. ഈ സാധനം ഉപയോഗിച്ച് ഈ പറയുന്നത് പോലെ ഇങ്ങനെ 1 മാസം മുറിച്ചാൽ ഈ കമ്പിക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പത്രക്കാർക്ക് ഇത് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ പോയി പരിശോധിച്ചാൽ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടുത്താൻ സാധിക്കും. വണ്ണമുള്ള ജയിലിന്റെ ഇരുമ്പ് കമ്പി ഉപ്പ് തേച്ച് തുരുമ്പാക്കി ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചുവെന്നാണ് ഗോവിന്ദച്ചാമിയുടെ മൊഴിയായി പോലീസ് പറയുന്നത്. എന്നാൽ ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് കമ്പി മുറിച്ചു വളച്ചു പുറത്തു കടക്കാൻ കഴിയില്ലെന്ന് അൻവറിന്റെ വാദം. കമ്പി മുറിക്കാൻ ശ്രമിച്ചാണ് ഇത് വിശദീകരിക്കുന്നത്. തുടർന്ന് മതിൽ ചാട്ടം. 3 പ്ലാസ്റ്റിക് ഡ്രം വെച്ച് അതിനു മുകളിൽ കയറി തുണി കൊണ്ട് വടം കെട്ടി പുറത്തു ചാടി എന്നുള്ളതും ഡെമോ കാണിച്ചു. അളവെടുത്തു നോക്കുമ്പോൾ ഗോവിന്ദച്ചാമി പറന്നാൽ പോലും ഇത് സാധിക്കില്ലെന്നും അൻവർ. ഗോവിന്ദച്ചാമിയെ പുറത്തേക്ക് വിട്ടതിനു പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും ആരോപണം. നമ്മൾക്കത് ഊഹിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ വാഹനത്തിൽ ഗോവിന്ദച്ചാമിയുമായി ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായി പുറത്തു കൊണ്ടുവരുന്നു. ആ ജയിൽ പരിസരം വിട്ടുപോകാതിരിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ 10 മണിയോടുകൂടി താങ്കൾ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പറയുന്നു. കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന VS ചർച്ച കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ മാറ്റി. എന്തുകൊണ്ടാണ് ഒരു മലയാളി പ്രതിയെ എങ്ങനെ ഉപയോഗിക്കാൻ അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല? 10 ഗോവിന്ദച്ചാമി വന്നാലും ഈ രീതിയിൽ ഒരു മതിൽച്ചാട്ടം സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം വേണമെന്നും PV അൻവർ ആവശ്യപ്പെട്ടു. 24 മലപ്പുറം. തേവലക്കര സ്കൂളിൽ മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അനാസ്ഥയെ ന്യായീകരിക്കേണ്ടതില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി 24നോട് പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് സർക്കുലർ അയച്ചിരുന്നു, എന്നാൽ തുറന്നു നോക്കിയ പോലുമില്ല. ഇടതുമുന്നണിയോട് താല്പര്യമുള്ള മാനേജ്മെന്റ് ആണെങ്കിലും വീഴ്ചയുണ്ടായാൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് താല്പര്യമുള്ള ഒരു ഭരണസമിതിയാണ് അവിടെ ഉള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഭരണസമിതിയിലുണ്ടെന്ന് ശരിയായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. ഇതിനെല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഫസ്റ്റ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പിനാണ്. ആ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്, HM ആണ്, എയ്ഡഡ് മാനേജ്മെൻ്റ് ആണെങ്കിൽ മാനേജറാണ്. ഗവൺമെൻറ് അയച്ചിട്ടുള്ള സർക്കുലർ വായിച്ച് നോക്കണമായിരുന്നു. ഓരോ ഇനവും ശരിയാണോ എന്ന് ടിക്ക് ചെയ്യണമായിരുന്നു. അല്ലാതെ സർക്കുലർ അയച്ചത് ചവിറ്റുകൂട്ട വാരി അറിയാൻ വേണ്ടിയില്ല. അങ്ങനെ ചവിറ്റുകൂട്ടയിൽ വാരി ഇട്ടവർക്കൊക്കെ തന്നെ ഇപ്പോൾ ആ ചവിറ്റുകൂട്ടയിൽ നിന്ന് പേപ്പർ തപ്പിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാദപൂജ ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല. സ്കൂൾ സിലബസിലുള്ള കാര്യമല്ല പാദപൂജ. കേരളത്തിൽ മതനിരപേക്ഷ സാഹചര്യമാണുള്ളതെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു കൂട്ടരുടെ പാത കഴുകൽ, വേറൊരു കൂട്ടർ വേറെ ഏതെങ്കിലും ഒരു ചടങ്ങ്, അങ്ങനെ ഒരു സ്കൂളിൽ
ഐക്യത്തോടു കൂടിയും നല്ല സ്നേഹ ബഹുമാനത്തോടു കൂടിയും പിന്നെ വരേണ്ട കുട്ടികളുടെ മുന്നിൽ ഒരു കൂട്ടർ വന്ന് പിന്നെ ഹിന്ദു ആചാരങ്ങൾ അങ്ങ് ശക്തമായി അടിച്ചേൽപ്പിക്കുക, വേറൊരു കൂട്ടർ വന്ന് ക്രിസ്ത്യൻ ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുക, വേറൊരു കൂട്ടർ വന്ന് മുസ്ലിം ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഘർഷം ഉണ്ടാകുക, വൈരുദ്ധ്യം ഉണ്ടാവുക, നാം വിഭാവന ചെയ്യുന്ന ഭരണഘടന വിഭാവന ചെയ്യുന്ന മതേതരത്വത്തെ തകർക്കുക. ആ കാര്യം ഒരു കാരണവശാലും കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യമാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. പാലോട് രവി പറഞ്ഞത് 100% ശരിയെന്നും പാലോട് രവിക്ക് ഗ്രാസ് റൂട്ടിലെ ചലനങ്ങൾ അറിയാമെന്നും വി ശിവൻകുട്ടി 24 പറഞ്ഞു. പാലോട് രവി പറഞ്ഞത് 100% ശരിയാണ്. പാലോട് രവി ഗ്രാസ് റൂട്ടിൽ വർക്ക് ചെയ്യുന്ന നേതാവാണ്. താഴെക്കിടയിലുള്ള ചലനങ്ങൾ എന്താണെന്ന് പാലോട് രവിക്ക് അറിയാം. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമൊക്കെ അത് വേറെ അജണ്ടയാണ്. അപ്പോൾ പാലോട് രവി പറഞ്ഞത് എന്തുകൊണ്ടും അതിൽ പറഞ്ഞ ഒരു വാക്ക് ഒരു അക്ഷരം പോലും വെട്ടിമാറ്റാനില്ല. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 100 സീറ്റിൻ്റെ കാര്യമെല്ലാം പറഞ്ഞത്. എങ്ങനെ 100 സീറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടി ധൈര്യം വന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. പറഞ്ഞ് തെറ്റിപ്പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. നമ്മുടെ പാലോട് രവിയുടെ പ്രസ്താവനയുടെ വാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ തീർച്ചയായിട്ടും ആ 100 എന്നുള്ളതിൽ ഒരു 0 വെട്ടേണ്ടി വരും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മന്ത്രി വി ശിവൻകുട്ടിയുമായി സംസാരിച്ച റിനു ശ്രീധർ തിരുവനന്തപുരം തത്സമയം ചേരുന്നു. റിനു, ശരിക്കും ഒരു എയ്ഡഡ് സ്കൂളിലെ മാനേജരെയൊക്കെ തന്നെ സസ്പെൻഡ് ചെയ്യുന്നതൊക്കെ കേരളത്തിലെ ആദ്യ സംഭവമാണ്. പണ്ട് ഇതുപോലെ ഒരു കാര്യം ചെയ്താണ് അന്ന് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഓർമ്മയുണ്ടാകില്ല വിദ്യാഭ്യാസ ബില്ലും അതിനെ തുടർന്നുള്ള കാര്യങ്ങളുമൊക്കെ. ഇപ്പോൾ വീണ്ടും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധൈര്യം കാണിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ. മാത്രമല്ല ഇതൊരു സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ് എന്ന രീതിയിലുള്ള പരാമർശം അദ്ദേഹം നമ്മോട് നടത്തിയിരിക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? SKN ഈ തേവലക്കരയിലെ മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ വലിയൊരു ഇടപെടലാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത്. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇതിന് കാരണക്കാരായവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി മുഖം നോക്കാതെ തന്നെ എടുക്കുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള നടപടി തന്നെയാണ് ഈ മാനേജ്മെന്റിനെതിരെയും മാനേജർക്കെതിരെയും എടുത്തത് എന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള ഒരു സർക്കുലർ നൽകിയിരുന്നു. പക്ഷേ ആ സർക്കുലർ അവിടെ തന്നെ വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത് പൊടിതട്ടിയെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും, അതായത് CPM-ന്റെ അനുകൂല സംവിധാനമാണ് ഈ മാനേജ്മെന്റ്, എന്നിട്ട് പോലും അതിശക്തമായിട്ടുള്ള നടപടികൾ എടുത്തു എന്നുള്ളതാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അത് ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യുന്നവർ, വീഴ്ച ഉണ്ടാകുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി നമ്മളോട് പറഞ്ഞത്. എല്ലാ വകുപ്പുകൾക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വിദ്യാഭ്യാസ വകുപ്പിന് തന്നെയാണ് എന്നുള്ള ഒരു വിമർശനവും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മറ്റൊന്ന്, പാദപൂജ ആര് പറഞ്ഞാലും അംഗീകരിക്കില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. അതായത് നമ്മുടെ കേരളത്തിലെ സ്കൂളുകൾ എന്ന് പറയുന്നത് മതനിരപേക്ഷ സ്കൂളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു മതത്തിന്റെ ആചാരവും അവിടെ അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഈ പാദപൂജ ആര് തന്നെ അതിനെ പ്രോത്സാഹിപ്പിച്ചാലും അതിനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുട്ടികളിലെ ഐക്യം തകർക്കുന്ന ഒരു രീതിയായി മാറും. അതുകൊണ്ട് തന്നെ ഇത്തരം ആചാരങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, പാലോട് രവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അതായത് പാലോട് രവിക്കെതിരെ നടപടിയെടുത്തതിന് ശേഷമാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവ് സംസ്ഥാനത്ത് 100 സീറ്റിൽ UDF വിജയിക്കുമെന്നും കേരളം UDF ഭരിക്കുമെന്നുള്ള ഒരു പരാമർശവുമായി രംഗത്ത് എത്തിയത്. പക്ഷേ ഇത് പ്രവർത്തകരെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വി ശിവൻകുട്ടി മന്ത്രി പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇടപെടുന്ന ഒരാളാണ് പാലോട് രവി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പാലോട് രവിക്ക് ഗ്രാസ് റൂട്ടിലെ ചലനങ്ങൾ അറിയാമെന്നുള്ളൊരു കാര്യമാണ്. ഇപ്പോഴുണ്ടായ ക്ഷീണം മറികടക്കാനാണ് VD സതീശൻ ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി ജനങ്ങളെ കബളിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രവർത്തകരെ കബളിപ്പിക്കുവാൻ വേണ്ടി രംഗത്ത് വരുന്നത് എന്നും വി ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. SKN. ഓക്കെ, താങ്ക് യു. VS അച്യുതാനന്ദനെതിരായ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ തുറന്നു പറച്ചിലുമായി കൂടുതൽ CPIM നേതാക്കൾ. കൊച്ചു പെൺകുട്ടിയുടെ പരാമർശത്തെ തുടർന്നാണ് ആലപ്പുഴയിൽ നടന്ന CPM സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് VS ഇറങ്ങിപ്പോയതെന്ന് K. സുരേഷ് കുറുപ്പ് ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ വെളിപ്പെടുത്തി. പിരപ്പങ്കോട് മുരളിക്ക് പിന്നാലെയുള്ള K. സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ മറ്റ് നേതാക്കൾ തള്ളിക്കളഞ്ഞു. 2012 തിരുവനന്തപുരം സമ്മേളനത്തിലെ പൊതുചർച്ചയിൽ VS-നെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയമാക്കണമെന്ന് ഒരു യുവ നേതാവ് പറഞ്ഞെന്ന പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തലായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ഇതിന് പിന്നാലെയാണ് മുൻ MPയും MLAയുമായ
സുരേഷ് കുറുപ്പിന്റെ ആലപ്പുഴ സമ്മേളനത്തെക്കുറിച്ചുള്ള തുറന്നു പറച്ചിൽ. VSന്റെ കൊച്ചുമക്കളുടെ പ്രായമുള്ളവർ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് കൊച്ചു പെൺകുട്ടി പറഞ്ഞു. അധിക്ഷേപം സഹിക്കാൻ പറ്റാത്ത VS വേദി വിട്ട് പുറത്തിറങ്ങിയെന്നുമാണ് സുരേഷ് കുറുപ്പിന്റെ ലേഖനം. എന്നാൽ ഇത് തള്ളുകയാണ് അന്ന് സമ്മേളനത്തിന്റെ ഭാഗമായവർ. സമ്മേളനത്തിൽ ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ആ സമ്മേളനത്തിൽ മുഴുവൻ സമയം പ്രതിനിധിയായി പങ്കെടുത്ത ഒരാളാണ്. അങ്ങനെ യാതൊരു തരത്തിലുള്ള പരാമർശവും ആ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടില്ല. ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് അത് പിന്നീട് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. എന്നാൽ ആലപ്പുഴയിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് മാത്രമായിരുന്നില്ല, പല പരാമർശങ്ങളും ഉണ്ടായെന്നാണ് VSന്റെ PA ആയിരുന്ന A. സുരേഷിന്റെ പ്രതികരണം. VSന് അന്ന് വല്ലാതെ വിഷമവും വേദനയും ഉണ്ടായിരുന്നു ആ സമയത്ത്. പിന്നീട് VS അത് മറുപടി പറയാൻ VS നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്തത് പൊതുസമ്മേളനത്തിൽ. ആലപ്പുഴ സമ്മേളനം സത്യത്തിൽ VSനെ അധിക്ഷേപിക്കാൻ വേണ്ടി ഒരു സമ്മേളനം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം VS വധം ആട്ടക്കഥയായിരുന്നു ആ സമ്മേളനത്തിൽ. ലേഖനത്തിന്റെ പേരിൽ തുടർ പ്രതികരണത്തിനില്ലെന്നാണ് സുരേഷ് കുറുപ്പിന്റെ നിലപാട്. 24 തിരുവനന്തപുരം. പ്രൈം ടൈം ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ അദ്ദേഹത്തിന്റെ മണ്ഡലമായ പറവൂരിലെത്തി വെല്ലുവിളിച്ചു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 100 സീറ്റ് കിട്ടിയാൽ താൻ സ്ഥാനമൊഴിയാമെന്നും ഇല്ലെങ്കിൽ VD സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നും വെള്ളാപ്പള്ളി ചോദിക്കുന്നു. പ്രതിപക്ഷ നേതാവിനെ ജനങ്ങൾക്കറിയാമെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അതിന് മറുപടിയായി പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ കടന്നാക്രമണം തുടരുകയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലമായ പറവൂരിലെ SNDP പരിപാടിയിൽ പങ്കെടുത്താണ് VD സതീശനെ വെള്ളാപ്പള്ളി വെല്ലുവിളിച്ചത്. 100 സീറ്റ് കിട്ടണമെന്ന് ഞാനുണ്ടല്ല. അന്ന് SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇങ്ങനെ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടാവും. ഇങ്ങനെ ഉണ്ടയില്ലാത്ത വെടിയൊന്നും വെക്കരുത് കേട്ടോ. പറവൂരിലെ വോട്ട് കണക്ക് പറഞ്ഞ തനിക്ക് മറുപടി പറഞ്ഞ സതീശന് ഇതായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി. 52% കിട്ടി എന്നുള്ളതിൻ്റെ അഹങ്കാരത്തിന് കൈയും കാലം വെച്ച് അത് തന്നെ ഇതുപോലുള്ള അഹങ്കാരം പറഞ്ഞവരാണല്ലോ മാരാരിക്കുളത്തും സുധീരനായാലും വേണുഗോപാലും. 1-2 ജയിച്ചു, പിന്നെ അവസാനം തോറ്റു പോയില്ലേ. പ്രതിപക്ഷ നേതാവിനെ ജനത്തിന് അറിയാമെന്നും കൂടുതലൊന്നും പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങൾക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ മറുപടി. പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി അറിയാം. ഞാൻ അധികം വിവാദങ്ങൾ ഈ പ്രശ്നം ഉള്ളതുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനോ പ്രതിരോധം തീർക്കാനോ നേതാക്കൾ രംഗത്തെത്താത്തതും ശ്രദ്ധേയം. 24 കൊച്ചി. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള തന്റെ ഇടപെടലിൽ ഒരു ചെറിയ വിഭാഗം കുത്തിത്തിരിപ്പ് നടത്തിയെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. യമനിലെ കുടുംബത്തെ അനുരഞ്ജനത്തിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ തന്നെ ശ്രമിച്ചുവെന്നും AP അബൂബക്കർ മുസ്ലിയാറുടെ വെളിപ്പെടുത്തൽ. ഒരു ചെറിയ വിഭാഗം എവിടുന്നോ ഇതെങ്ങനെ പാടുണ്ടോ, അത് അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല അവിടുത്തെ കുടുംബങ്ങളോട് നിങ്ങൾ ഈ ചില്ലിക്കാശിന് വേണ്ടി നമ്മളെ അഭിമാനം വിൽക്കുകയാണോ എന്ന് ചോദിച്ച് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതും ഇന്ത്യയിലുള്ള ആളുകൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയുണ്ട്. നിമിഷപ്രിയയുടെ ജീവൻ ഇപ്പോഴും ഭൂമിയിൽ തുടരാൻ കാരണം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലെന്ന് മന്ത്രി P. രാജീവ്. ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ നോക്കാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ മനുഷ്യനെന്ന് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ആ പ്രശ്നത്തിനകത്ത് ഇടപെട്ടത് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ഇടപെടലാണ് ഇപ്പോൾ ഭൂമിയിൽ ആ ജീവൻ അവശേഷിച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അത് അങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹിക്കുകയും ചെയ്യാം. കൊച്ചിയിൽ നിന്ന് അമൽ സുരേന്ദ്രൻ വിശദാംശങ്ങളുമായി ചേർന്നു. അമൽ, ഇതാരെയാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചത്? കാരണം ഇതിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ ഇടപെടുക എന്ന് പറഞ്ഞാലേ അവരുടെ ജീവൻ വെച്ചുള്ള കളിയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരമാവധി സംയമനം പാലിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും കാന്തപുരം ലക്ഷ്യം വെച്ചത് ആരെയാണ്?
SKN കാന്തപുരം ഇന്ന് എറണാകുളം പള്ളിക്കരയിലെത്തിയത് SYSന്റെ നേതൃത്വത്തിൽ 10 കുടുംബങ്ങൾക്ക് വീടുകൾ നൽകുന്നുണ്ട്. ഇതിന്റെ താക്കോൽദാന കർമ്മത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എറണാകുളം പള്ളിക്കരയിൽ എത്തിയത്. ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നിമിഷപ്രിയയുടെ കാര്യത്തിൽ താൻ ഇടപെട്ടത് യമനിലെ പണ്ഡിതരുമായി സുന്നി മത പണ്ഡിതരുമായിട്ട് താൻ ആശയവിനിമയം നടത്തിയതിനെ കുറിച്ചുള്ള ആ ഒരു നടപടിക്രമങ്ങളും അവരുമായി സംസാരിച്ച കാര്യങ്ങളെല്ലാമാണ് കാന്തപുരം വിശദീകരിച്ച് തുടങ്ങിയത്. ഈ ഒരു വിശദീകരണത്തിന്റെ ഒപ്പമാണ് അദ്ദേഹം പറഞ്ഞത് തന്റെ ഇടപെടലിൽ ചിലർ ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ചിലർ മാത്രം ചില കുത്തിത്തിരിപ്പുകൾ നടത്തി. പക്ഷേ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികളുടെ ഭൂരിഭാഗം പേരും തനിക്കൊപ്പമായിരുന്നു. ആ ഒരു കാര്യത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്കൊപ്പമായിരുന്നു. പക്ഷേ വളരെ ചെറിയൊരു വിഭാഗം മാത്രം കുത്തിത്തിരിപ്പ് നടത്തി. അതിൽ യമനിൽ യമനിലെ കുടുംബവുമായിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ചില അവരെ തങ്ങളുടെ അനുരഞ്ജനത്തിൽ നിന്ന് നീക്കുവാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുരഞ്ജന ശ്രമങ്ങളോടൊന്നും യോജിക്കാതിരിക്കുവാൻ ഇത്തരത്തിൽ ചെറിയ പണം നൽകിയാൽ നിങ്ങളുടെ അഭിമാനം ചോർന്നു പോകും, അഭിമാനത്തിന് വിലയിടാൻ നോക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ ആ കുടുംബത്തോട് സംസാരിക്കുകയും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് വിഘാതമായി നിൽക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നാണ് കാന്തപുരം ഇപ്പോൾ നേരിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പല കേന്ദ്രങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളും ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ വർഗീയ പ്രചരണങ്ങളുടെ എല്ലാം പുകമറ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് AP വിഭാഗത്തിന്റെ സമുന്നതനായ നേതാവായിട്ടുള്ള കാന്തപുരത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഒരു ഇടവേള കഴിയുമ്പോൾ കൊല്ലം പത്തനാപുരത്ത് വനിതാ ഡോക്ടറെ പരിശോധനാ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് വിവരം. പത്തനാപുരം പട്ടണ മധ്യത്തിലെ ക്ലിനിക്കിൽ വെച്ച് പട്ടാപ്പകലാണ് ഈ സംഭവം നടന്നത്. കുണ്ടയത്തുകാരനാണ് പ്രതി. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇടവേള കഴിഞ്ഞ് നമുക്ക് കടന്നു വരാം. കൊച്ചി അമൃത വിദ്യാപീഠത്തിൽ നടന്ന വിദ്യാഭ്യാസ സെമിനാറുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി കുഫോസ് VC ഡോക്ടർ എ വിജയകുമാർ രംഗത്ത് വന്നു. RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്ത വിദ്യാഭ്യാസ സദസ്സിൽ താൻ പങ്കെടുത്തിട്ടില്ല. പങ്കെടുത്തത് വിദ്യാഭ്യാസ പരിവർത്തനം കേരളത്തിന്റെ കഴിവുകളും സാധ്യതകളും എന്ന വിഷയത്തിലെ സെമിനാറിലെന്ന് കുഫോസ് VC ഡോക്ടർ എ വിജയകുമാർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മറ്റൊരു വാർത്തയിലേക്ക്. കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് വനിതാ ഡോക്ടറെ പരിശോധനാ കേന്ദ്രത്തിൽ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പത്തനാപുരം പട്ടണ മധ്യത്തിലെ ക്ലിനിക്കിൽ പട്ടാപ്പകലാണ് ഈ സംഭവം. പ്രതി പത്തനാപുരം കുണ്ടയം സ്വദേശി സൽദാൻ പോലീസ് പിടിയിലായി. ഇന്നലെ വൈകിട്ട് 5:45 പത്തനാപുരത്തെ ദന്തൽ ക്ലിനിക്കിലായിരുന്നു സംഭവം. ക്ലിനിക്കിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്ത് ഇവിടെ എത്തിയ സൽദാൻ ഡോക്ടറെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വായിൽ തുണി തിരുകിയ ശേഷം കൈകൾ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ബന്ധിക്കാൻ ശ്രമിച്ചതോടെ നിലവിളിച്ചുകൊണ്ട് ഡോക്ടർ കുതറിയോടി. ഇതോടെയാണ് പീഡന ശ്രമം പുറത്തായത്. പത്തനാപുരം പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെ വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 കൊട്ടാരക്കര. ഇതോടെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. മഴയാണ്, കാറ്റുണ്ട്, ജാഗ്രത പാലിക്കുക. ഗുഡ് നൈറ്റ്.